ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് അവർ ചോദിച്ചിരിക്കുന്നത് അവരുടെ YT സ്റ്റുഡിയോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിവസത്തിൽ കുറേ തവണയെല്ലാം അവർ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ YT സ്റ്റുഡിയോ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യുന്നത് ഇതുകൊണ്ട് അവരുടെ ചാനലിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നെല്ലാമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ആയ എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, YT സ്റ്റുഡിയോ യൂസ് ചെയ്താണ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ അനലറ്റിക്സ്, അതുപോലെ നമ്മുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിരിക്കുന്നു, എത്ര വാച്ച് ടൈം ആയിരിക്കുന്നു, എത്രയാണ് വ്യൂസ് എല്ലാം ലഭിക്കുന്നത്, നമ്മുടെ റവന്യൂ എത്രയായിരിക്കുന്നു, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ, അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്യുന്നതിന്, തംബ്നെയിൽ കൊടുക്കുന്നതിന്, ടാഗ്സ് കൊടുക്കുന്നതിന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടോ എന്ന് പലർക്കും ഡൗട്ടെല്ലാം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇങ്ങനെ നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തു എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ തുടക്കക്കാരായ യൂട്യൂബർ ആണെങ്കിൽ പലരും ഇതുപോലെ ക്രോം ബ്രൗസർ എല്ലാം യൂസ് ചെയ്ത് അവർ YT സ്റ്റുഡിയോ എല്ലാം ഓപ്പൺ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ചില കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിലെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചില സെറ്റിങ്സ് എല്ലാം മാറാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ക്രോം ബ്രൗസറിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, മൊബൈൽ വ്യൂ ചെയ്യുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സൂം ചെയ്യുന്നതിനെല്ലാം തന്നെ, അതായത് ഫുൾ പേജ് ഒന്ന് കറക്റ്റായി ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതിനാൽ തന്നെ ഓപ്ഷൻസ് എല്ലാം മാറാനുള്ള ഇതിനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലെല്ലാം സംഭവിക്കുമ്പോഴാണ് ഇത് നിങ്ങളുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ചാനലിൽ കൊടുക്കേണ്ടതായ സെറ്റിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം വരുന്നു. ഇത്തരത്തിൽ നമ്മൾ അറിയാതെ ചില വീഡിയോസിന്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെല്ലാം ഈ ഓപ്ഷൻസ് എല്ലാം ചേഞ്ച് വരുമ്പോഴെല്ലാം ഇത്തരത്തിൽ നമുക്ക് പ്രശ്നങ്ങളെല്ലാം വരാം. അല്ലാതെ നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ ചാനലിന് ദോഷമൊന്നുമില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്